നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ നിങ്ങളെ ചതിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പലർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കും. ആൾ ഫേക്കാണോ, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ലേ, ആൾ നിങ്ങളെ ചതിക്കുകയാണോ എന്നുള്ള പലതരത്തിലുള്ള ചിന്തകളും മനസ്സിൽ കൂടെ കടന്നു പോയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് 3 കാർഡ്സ് നമുക്കെടുക്കാം. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. 3 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റീഡിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് സ്പേഡാണ്. ഇതിൽ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ശക്തമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്, തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അതായത് പങ്കാളിയുമായിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ, കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ആശയവിനിമയങ്ങൾ ഇല്ലാത്ത രീതിയിൽ, അതായത് തുറന്നു പറയേണ്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയണം എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാതെ മനസ്സിൽ ആശയക്കുഴപ്പത്തോടു കൂടിയിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ആശയവിനിമയം, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലൊരു കൂടിക്കാഴ്ചയ്ക്ക് പോലും റെഡിയാവാതെ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ലൊരു ആശയം പങ്കുവയ്ക്കാൻ ഒന്നും പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് കാണണോ കാണണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ചിന്തയിലാണുള്ളത്. അതിലൊരുപാട് തെറ്റിദ്ധാരണകൾ, കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. കാരണം തുറന്നു പറയേണ്ട കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല, തുറന്നു പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവസരങ്ങൾ നിങ്ങളുണ്ടാക്കി തുറന്നു പറയുന്നതാണ് ഈ ഒരു കാർഡിൽ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഭയങ്കര അധികം തെറ്റിദ്ധാരണകളും ഒരുപാട് വികാരങ്ങൾ കൊണ്ട് ബന്ധം ഇങ്ങനെ അകൽന്നു പോകുന്ന രീതിയിലൊക്കെ ഉണ്ടായേക്കാം. കാരണം നിങ്ങളുടെ വികാരങ്ങൾ കറക്റ്റായിട്ട് പറയാത്തത് കൊണ്ട് മാത്രം അകൽച്ചയിലുള്ളവരുണ്ടായിരിക്കാം. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലും നിലനിൽക്കുന്നവരുണ്ടായിരിക്കാം. അതുപോലെ സത്യസന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറയുന്നതോട് കൂടിയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വേല നിങ്ങൾ സഞ്ചരിക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവരോട് പറയാനുണ്ട്. ആ പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പറയുക. ചിലരതൊന്നും പറയാതെ മാറി ഒരുപാട് വേർപെട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു വിശ്വസിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിനെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്നതാണ് ഇങ്ങനെയാണെന്നുള്ളത് പറയണം. കാരണം ഒരു പറയാൻ പറ്റാത്തൊരു വികാരം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഈ ഒരു കാർഡിൽ. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളിങ്ങനെ വളരെ വികാരത്തോടു കൂടിയിട്ട് ഒരു കാര്യം മറച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി രണ്ടാമത്തെ കാർഡ് നോക്കാം. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് വേർഡ്സ് ആണ്. ഇതിൽ പറയുന്നത് വെച്ചെങ്കിൽ മറച്ചു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സത്യങ്ങളും പുറമേ വരും എന്നുള്ളതാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. അതുപോലെ തന്നെ കുറ്റബോധം, ആത്മപരിശോധന, ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ, പഴയ രഹസ്യങ്ങളിൽ തെറ്റിദ്ധാരണകൾ, ഇതെല്ലാം അവസാനിച്ച് നല്ല രീതിയിൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അത് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളിലൊക്കെ തെറ്റിദ്ധാരണകളാണെന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒരു വിശുദ്ധി, അതായത് ഒരുപാട് നുണകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം മാറി തുറന്നൊരു സംസാരത്തോടു കൂടിയിട്ട് നല്ലൊരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് ലൈഫ് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. കാരണം പഴയ രഹസ്യങ്ങൾ, പഴയതായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നൊരു സാഹചര്യമാണ്. മറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം ക്ലാരിറ്റിയോട് കൂടിയിട്ട് പുറത്തേക്ക് എത്തും. അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ മാറാനുള്ള, സത്യസന്ധമായിട്ടുള്ള സംഭാഷണങ്ങൾ, കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു കാർഡിൽ കാണുന്നുണ്ട്. വേർപിരിഞ്ഞ് നിൽക്കുന്നവർക്ക് വീണ്ടും സംസാരിക്കാനുള്ളൊരു അവസരങ്ങൾ, പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരു അവസരങ്ങൾ എല്ലാം ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം, നിങ്ങളായിട്ട് മാറി നിന്നു എന്നുള്ളതൊക്കെ. പക്ഷെ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ മറച്ചു വെച്ചത് കൊണ്ടൊക്കെയാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ തുറന്നുള്ള സംസാരം, തെറ്റിദ്ധാരണകൾ എല്ലാവരുടെ ലൈഫിലുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുക. ഒരു വികാരം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വികാരത്തെ മറച്ച് പിടിക്കരുത്. അങ്ങനെ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ടേ നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സമയമാണത്. നല്ല രീതിയിൽ സംസാരിക്കുക, ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് സത്യസന്ധതയോടും കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു കാർഡ് നിങ്ങളെ
ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പറയുന്നത്. ഇതിലെന്ന് പറയുന്നത് പ്രതീക്ഷിച്ച ഒരു ഫലം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വൈകിയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് സന്തോഷം, ഹാപ്പിനെസ്, നിങ്ങൾക്ക് കെയറിങ്, ഇതെല്ലാം വൈകി കിട്ടുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് കേട്ടോ. കാരണം ഈ ഒരു ബന്ധത്തിൽ മറ്റൊരാളെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും ആളുടെ ഭാഗത്ത് നിന്ന് അതൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യം വളരെയധികം കുറവാണ്. അങ്ങനെയാണ് ഈ ഒരു കാർഡിൽ കാണുന്നത് കേട്ടോ. ഒറ്റയ്ക്കുള്ളവർക്ക് ആദ്യം സ്വയം ഒരു വിലയുണ്ടാകാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ളൊരു സന്ദേശമാണ് ഈ ഒരു കാർഡിൽ പറയണത്. സ്വന്തം ആവശ്യങ്ങളും സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ സ്വയം അതിനു വേണ്ടിയുള്ളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാർഡിൽ പറയുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ മറ്റൊരാളെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ഹാപ്പിനെസ് തോന്നുകയാണെങ്കിൽ മറ്റൊരാൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. മറ്റൊരാൾ നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ആ ഒരു കെയറിങ് തരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അധികം വിഷമം വരും. അപ്പോൾ നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരുടെ അംഗീകാരത്തിലോ അല്ലെങ്കിൽ സാമ്പത്തികത്തിലോ വിജയത്തിലോ ഒന്നുമായിട്ട് അളക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വിജയവും നിങ്ങളുടെ സന്തോഷം ഇതൊക്കെ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങളെ തന്നെ ഹാപ്പി ആക്കുക. ഇപ്പോൾ മന്ത്ലി ഒരു സാലറി മേടിക്കുന്ന ഒരാളാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കുക, നല്ലൊരു യാത്ര പോവുക, നല്ലൊരു വസ്ത്രം എടുക്കുക, ഇതൊക്കെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അവർക്ക് കൊടുക്കുന്ന കെയർ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെ ഹാപ്പി ആക്കാനായിട്ട് മെൻ്റലി തയ്യാറാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഡെസ്പാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഒളിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയോ ഒരു സംഭാഷണങ്ങൾ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ പോയിട്ടാണ് ആളുടെ സന്തോഷങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നത്. അപ്പോൾ ഇനി അവരങ്ങനെ ചെയ്തു തുടങ്ങും. കാരണം നിങ്ങളുടെ സന്തോഷങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങും. നിങ്ങളുടെ പാർട്ട്ണറിനെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടും അവർ തരാത്തൊരു കെയറിങ് നിങ്ങൾ തന്നെ നൽകിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് 3 കാർഡുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.